വഖഫ് ഭേദഗതി ബിൽ നിയമമായി. വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. രാജ്യസഭ പാസാക്കി 2 ദിവസത്തിനകം തന്നെയാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. റഷീദ്, രാജ്യത്താകമാനം പ്രതിഷേധം അലയടിക്കുന്നു. വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ അംഗീകാരം ലഭിക്കുന്നത്. അതും രാജ്യസഭ പാസാക്കി 2 ദിവസത്തിനകം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇരു സഭകളിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനിടയിലാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയെടുത്തത്. എന്തായാലും ഈ പാസാക്കിയെടുത്ത് 2 ദിവസത്തിനകം തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയെടുക്കാനും കേന്ദ്ര സർക്കാരിന് ആയിട്ടുണ്ട്. നിലവിൽ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ഈ നിയമം പ്രാബല്യത്തിൽ ആയി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ബില്ലിൽ വിവിധ ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയും ഇതിന് പിന്നാലെ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതോടൊപ്പം മുസ്ലിം വിഭാഗങ്ങളിലുള്ളവരുടെയൊക്കെ തന്നെയും അവകാശങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ ഈ അവകാശങ്ങൾക്ക് മേൽ അതോടൊപ്പം ഈ സ്വത്തുക്കൾക്കും ഒക്കെ തന്നെയും മേൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അധികാരമേൽക്കുകയും അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സമീപനമായിട്ടുള്ള ഒരു ബില്ലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരുന്നത്. ഈ ബില്ലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി നിയമമായി മാറിയിരിക്കുന്നത്. എന്തായാലും ഈ ബില്ലിലെ നേരത്തെ ഉണ്ടായിരുന്ന ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബില്ല് അവതരിപ്പിക്കുകയും ഇതിന് അംഗീകാരം നേടുകയും ചെയ്തിരിക്കുന്നത്. എന്നാലും നിലവിലെ നേരത്തെ ഉണ്ടായിരുന്ന ഭേദഗതികളൊക്കെ തന്നെയും ഇതോടുകൂടി ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ നേരത്തെ വഖഫ് എന്ന് പറയുന്നത് വാക്കാൽ തന്നെ വഖഫായി ഇത്തരത്തിൽ വഖഫ് ബോർഡുകൾക്ക് നൽകാമായിരുന്നു. അതേസമയം ഇനി മുതൽ വഖഫ് നൽകണമെങ്കിൽ അത് രേഖാമൂലം മാത്രമായിരിക്കും നൽകാൻ സാധിക്കുക. പ്രത്യേകിച്ചും ഈ നൽകുന്ന ഭൂമികൾക്കും സ്വത്തുക്കൾക്കും കൃത്യമായ രേഖകൾ വേണമെന്ന ഒരു മാനദണ്ഡമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം ഈ വഖഫ് ട്രൈബ്യൂണലുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന അധികാരം ഇതുമായി ബന്ധപ്പെട്ട വഖഫ് തർക്കങ്ങളിലൊക്കെ തന്നെയും പരിഹാരങ്ങൾ കണ്ടിരുന്നത് വഖഫ് കൗൺസിലും അതോടൊപ്പം വഖഫ് ട്രൈബ്യൂണലുകളുമായിരുന്നു. ഇതേസമയം ഇത് പുതിയ ഭേദഗതി ബില്ല് നിയമമായി മാറിയതോടുകൂടി സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ട്രൈബ്യൂണലുകൾക്കായിരിക്കും അധികാരം ഏറ്റെടുക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. തീർച്ചയായും ഇത് വലിയ ആഘാതം തന്നെ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും BJPയുടെ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ ട്രൈബ്യൂണലുകളൊക്കെ തന്നെയും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നത് BJPക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇത് ഇത്തരത്തിൽ വഖഫ് ബോർഡിന്റെ വിവിധ സ്വത്തുക്കളും വിവിധ അധികാരത്തിലുള്ള വിവിധ ഭൂമികളൊക്കെ തന്നെയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം ഈ വഖഫ് കൗൺസിലുകളിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും ഉൾപ്പെടുത്തുന്ന ഒരു ഭേദഗതി കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായും ഇതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രാജ്യത്തുടനീളം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർത്തുമെന്ന് അല്പസമയം മുമ്പാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്, ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ തലത്തിലും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അല്പസമയം മുമ്പ് തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന ശക്തമായ വിമർശനങ്ങളാണ് റഷീദ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്താകമാനം ഉയരുന്നത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അതിനെതിരെ ഉള്ള പ്രതിരോധം തീർക്കുന്നതിന് ഒരുങ്ങുന്നു. മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും കേന്ദ്രം ആ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെയാണല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബില്ലിന്റെ അവതരണത്തിന് മുമ്പ് തന്നെ ഈ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവരും അതോടൊപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളും MPമാരും നേതാക്കന്മാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും കണക്കിലെടുക്കാതെയാണ് ഇരു സഭകളിലും നിഷ്പ്രയാസം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ ബില്ല് പാസ്സാക്കിയെടുത്തത്. ഈ പാസ്സാക്കിയതിന് പിന്നാലെയും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കൊൽക്കത്തയിലടക്കം വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇനിയും ഉയരുമെന്ന് തന്നെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡുകൾ ഒക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി നിയമമായി മാറിയിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബിൽ നിയമമായി മാറിയിരിക്കുന്നു. വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നു. രാജ്യസഭ പാസാക്കി 2 ദിവസത്തിനകമാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്.
വിവരങ്ങൾ നൽകിയത്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന്.